എടി നിനക്കൊരു പണിയില്ലേ? അത് കൊള്ളാം. എടി ആ ചെമ്മീനൊക്കെ എടുത്ത് വെക്കടി, കറി വെക്കടി. ഒരുകുന്ന പണിയുണ്ട് ഈ വീട്ടിൽ. രാവിലെ ഒരുകുന്ന തുണി കഴുകിയിട്ടേച്ചുമാണ് ഞാൻ ഇവിടെ ഇരിക്കണത്. അതിനിടയ്ക്ക് നിങ്ങൾ പോയി ചെമ്മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഓക്കെ, ചെമ്മീൻ്റെ കൂടത്തിൽ ഈ സൂചിക്കൊഴുവും കൂടി വാങ്ങിച്ചുകൊണ്ട് പോയാൽ ആര് പറഞ്ഞു? എടി സൂചിക്കൊഴുവ അതിന്റെ തലേന്നും വെട്ടണ്ടെന്നേ. തലവിടേണ്ട കാര്യമില്ലല്ലോ. ചട്ടിയിലിട്ട് ഇങ്ങനെ ചിക്കി എടുത്താൽ പോരെ. ചട്ടിയിലിട്ട് ഇങ്ങനെ വാട്ടി ഇങ്ങനെ 2-3 കറക്കി കഴിയുമ്പോഴേക്കും അത് ക്ലീൻ ആവും. പിന്നെ കഴുകി നേരെ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്ത് ഒന്ന് വറുത്തെടുത്താൽ പോരെ. അതപ്പം അങ്ങോട്ട് ചെയ്യും. തുണി കഴിക്കാൻ നടു ഒഴിഞ്ഞിരിക്കുന്നു. എന്തൊരു കഷ്ടമാണെന്ന് ഓർത്താണ്. ഈ വീട്ടിൽ ഒരു മനുഷ്യൻ എന്നെ സഹായിക്കാനുണ്ടാകത്തില്ല. തിന്ന പാത്രം കഴുകി വെക്കാൻ വരെ മടിയാണ് ഇവിടെ ഉള്ളവർക്ക്. എന്റെ പാത്രം ഞാൻ കഴുകി വെക്കാറുണ്ട് കേട്ടാ. ഞാൻ തിന്ന പാത്രം ഞാൻ കഴുകി അപ്പം തന്നെ വെക്കാറുണ്ട്. മകള് കഴുകാറുണ്ടോന്ന് ചോദിച്ചേ. നീ കഴുകി വെക്കില്ല നിന്റെ പാത്രം? ഇന്നലെ രാത്രി ആരടി പാത്രം കഴുകിയ? എന്റെ പൊന്നമ്മ ഒരു ദിവസം കഴുകിയതിനെ കുറിച്ച് പറയത് കേട്ടോ. ഞാൻ ഇന്നലെ അമ്മയും നന്ദും കൂടെ അവിടെ കൊണ്ട് ഇട്ടത് കൊണ്ട് എനിക്ക് കഴുകാനുള്ള മൂഡ് പോയി. അതുകൊണ്ട് ഞാൻ കഴുകിയില്ല. ഓ, അപ്പൊ നീ മൂഡ് പോയാ നീ പാത്രം കഴുകിയല്ലേ? ഒരു പാത്രം കഴുകാൻ വേണ്ടിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോ സിംഗിൾ ഒരു പാത്രം അല്ലെങ്കിൽ അവിടെ ഒരു പാത്രം കഴുകാതെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി എടുത്ത് കഴുകുന്നതാണ് മര്യാദ. അതാണ് മര്യാദ. അതിന് നല്ല മനസ്സുള്ളവർക്കേ അത് പറ്റത്തുള്ളൂ. ഇത് മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞേ പ്രവർത്തിക്കാൻ പഠിക്കണം. അല്ലാണ്ട് ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്. എനിക്ക് മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനൊക്കെ അറിയാം. പിന്നെ ഞാൻ പ്രവർത്തിക്കാഞ്ഞിട്ട് അതെനിക്ക് കഴിയത്തില്ല. അങ്ങനെ ചെയ്തിട്ട് മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ അറിയാം, പക്ഷെ ചെയ്യേല. നല്ല സ്വഭാവമാണ് കേട്ടാ. പാത്രം കഴുകി ശീലിക്കണം. തിന്ന പാത്രം കഴുകി ശീലിച്ചു കഴിഞ്ഞാണ്ടല്ലോ കുറേയൊക്കെ പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. നിന്റെ അച്ഛൻ പാത്രം ആരാ പഠിപ്പിച്ചത്? ഞാൻ കല്യാണത്തിന് മുമ്പേ പാത്രം കഴുകുമായിരുന്നു. അല്ലാണ്ട് നീ പഠിപ്പിച്ചൊന്നും അല്ല എന്നെ. കല്യാണത്തിന് മുമ്പേ കൃത്യമായിട്ട് പാത്രം കഴുകി വെക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ആര് പറഞ്ഞു? ഞാൻ ആരെങ്കിലും പറഞ്ഞ ആരുണ്ടോ? കല്യാണം കഴിച്ചോണ്ട് വന്ന അന്ന് മുതൽ നിങ്ങൾ തിന്ന പാത്രം കഴുകുന്നത് ഞാനായിരുന്നു. പിന്നെയല്ലേ മാറ്റം ഉണ്ടായത്. അയ്യോ, അതെന്താ കാര്യം? ഞാൻ കഴിച്ചിരിക്കുമ്പോഴേക്കും അമ്മ വരും. ചോറ് തീരണ മുമ്പേ അമ്മ വന്നിട്ട് പാത്രം എടുത്തോണ്ട് പോകും. അയ്യോ ഏട്ടാ, പാത്രം ഇങ്ങനെ തന്നെ ഞാൻ കഴുകി വെക്കട്ടെ, എന്തോ ഭാര്യയുടെ കടമ എന്ന പോലെ ഞാൻ കഴുകി വെക്കുമായിരുന്നു. എന്നെ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുത്ത് നീയാണ്. ഒരു മടിയനാക്കി മാറ്റി നീ ഒറ്റൊരുത്തിയാണ്. എന്നിട്ട് അപ്പൊ പിന്നെ രണ്ടാമത് നിങ്ങൾ കഴുകാൻ പഠിച്ചതാ? കഴുകാൻ പഠിച്ചതാ? ഞാനല്ലേ പഠിപ്പിച്ചത്. നിങ്ങൾ തേങ്ങ ഇടാൻ പഠിപ്പിച്ചത് ആരാ? ഞാനല്ലേ പഠിപ്പിച്ചത്. തേങ്ങ ഞാൻ ചിരണ്ടത്തൊന്നുമില്ലായിരുന്നു. കാരണം എന്റെ അമ്മ തേങ്ങ ചിരണ്ടി എടുത്തോളുമായിരുന്നു. ഞാനല്ലേ പഠിപ്പിച്ചത്. അതിനെന്താണ് അല്ലേ? അവസാനം ഇപ്പൊ ഞാൻ എന്താണ് തേങ്ങ ചിരണ്ടി ഞാൻ തുണി അലക്കും, പെര തൂക്കും, പെര തുടക്കും, പാത്രം കഴുകും. അങ്ങനെ ഒരു കുടുംബസ്ഥനായി മാറി. അതുപോലെ നീയും ചെയ്യണം. നിനക്കവിടെ ചെയ്താൽ എന്താണ്? ഒരു വീടായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു വീട്ടിലെ പണികളെ എല്ലാരും കൂടെ ചെയ്യേണ്ടത് ആണ്. ഞാൻ എന്റെ ഭാഗം ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്താൽ എന്താ? നിനക്ക് ആ മീൻകറി അങ്ങോട്ട് വെച്ചാൽ എന്താണ് കുഴപ്പം? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ആക്കാം. ചെമ്മീൻ റോസ്റ്റ് ആക്കാം. നല്ല ചെമ്മീൻ റോസ്റ്റ് അല്ലേ നിച്ചു നല്ലത്? നിനക്ക് ഇഷ്ടം ചെമ്മീൻ റോസ്റ്റ് അല്ലേ? ചെമ്മീൻ റോസ്റ്റ് അല്ലേ നല്ലത്? അപ്പൊ നിച്ച ഒരു കാര്യം ചെയ്യും, സവോള പൊളിച്ചരി. പ്രമോദിട്ട് ഒരു കാര്യം ചെയ്യും, ചെമ്മീൻ കിള്ളി. അപ്പോഴത്തേക്കും ഞാൻ കൊഴുവ എടുത്ത് വറുത്തെടുക്കാം. അപ്പൊ 3 പേരും ചെയ്യുമ്പോഴത്തേക്കും ഇത്ര സമയം കൊണ്ട് സംഭവം സെറ്റ്, ചോറ് കഴിക്കാം. ഒരു സംശയം, സവാള ഞാൻ അരിഞ്ഞ് മുറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ മുറിച്ചരിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്? അമ്മ അരിഞ്ഞ് മുറിച്ചെടുക്കാനാണല്ലോ പറഞ്ഞത്. എന്റെ പൊന്നു കുഞ്ഞ്, നീ സവാള ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. നീ ഇവിടെ ഇരുന്ന് വരാ. നിങ്ങളെ പോലുള്ളവരാണ് മക്കളെ ചീത്തേക്കണത്. എടി, ഞാൻ ഇവിടെ കൊണ്ട് എന്തെങ്കിലും ജയിക്കുന്ന കാര്യം പറയുമ്പോഴേക്കും നീ എന്നാണ് പറയണത്? അയ്യോ അവക്ക് ചെയ്യാൻ അറിയത്തില്ല. ഇതെല്ലാം നീ എപ്പോഴും പറഞ്ഞിട്ടിരിക്കണത്. ഞാൻ പറയുമല്ല, എടി അവളെ കൊണ്ട് തേങ്ങ ചിരണ്ടിക്ക്, അവളെ കൊണ്ട് പാത്രം കഴുകി, അവളെ കൊണ്ട് പെര തുടപ്പിക്ക്, മുറ്റം തുപ്പിക്ക്. ഇതൊക്കെ ചെയ്തിട്ട് നീ ജയിക്കത്തില്ലല്ലോ. അവള് ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് ഫ്രീ ആകാൻ പറ്റും. പക്ഷെ ജയിക്കാലോ അവക്ക് എന്നെ കൊണ്ട് തന്നെ ജയിക്കണം. അങ്ങനെയല്ല. ഇപ്പൊ തന്നെ പറഞ്ഞു ചെമ്മീൻ 2 കിലോയാണ് പറഞ്ഞത്. പ്രമോദിയേട്ടാ, ഞാൻ ഇവളെ കൊണ്ടില്ലേ മത്തി വെട്ടാൻ പഠിപ്പിക്കാൻ വേണ്ടിട്ട് മത്തി ഇത് ചെതുമ്പല് കളയത്തില്ലേ, അത് മത്തിയുടെ മൊത്തം മാംസം ഊരി എന്നിട്ട് അതിന്റെ മുള്ളു മാത്രാക്കി വെച്ച്. മീൻ കടയിൽ ചെന്നപ്പോഴേക്കും ചെമ്മീൻ കണ്ടപ്പോഴും എനിക്ക് തോന്നി, ഓ മുരിങ്ങക്കോലും തക്കാളിയൊക്കെ ഇട്ട് ചെമ്മീൻ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ആണല്ലോ, ഒന്ന് അങ്ങനെ കഴിക്കാമെന്ന് കരുതി ഞാൻ കൊണ്ടുവന്ന് മുരിങ്ങക്കോലി അവിടെ കടയിലിരിപ്പുണ്ട്. മുരിങ്ങക്കോല് ഞാൻ മേടിക്കാൻ പോകും. രണ്ടാമത് മേടിക്കാൻ പോയി. ഇപ്പൊ പെട്രോൾ അല്ലേ ഇതൊക്കെ പോണത്. എന്തായാലും ഇപ്പൊ നിനക്ക് ചെമ്മീൻ കിള്ളി തന്നെ അത്രയല്ലേ ഉള്ളൂ. ഞാൻ ചെമ്മീൻ കിള്ളിക്കോളാം. കൊഴുവായും ഞാൻ ക്ലീൻ ചെയ്തോളാം. ശരിക്കും തിന്നാനെങ്കിലും വരുമല്ല. ഇവിടെ തന്നെ ഇരുന്നു, ഞാൻ ചെയ്തോളാം കേട്ടോ. ഓ എന്നാ പോയിട്ടോ. ഇതൊക്കെ വലിയ ആനക്കാരിയല്ല എന്ന് നീ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഓൾ ദി ബെസ്റ്റ്. ഞാൻ കിടന്നോട്ടെ? കിടന്നു.